ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും സ്വന്തക്കാരുടെ കൂടെ എല്ലാവരും നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിച്ചു കൊള്ളുന്നു. ഇനിയുള്ള വർഷം എല്ലാവരും ഭയങ്കര ഹാപ്പിയായി കോൺഫിഡൻ്റായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല ഫലമുണ്ടാവട്ടെ എന്നും ആശംസിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് കടക്കാം. കോൺഫിഡൻസ്, ഇതിനെപ്പറ്റി ഞാൻ മുന്നും സംസാരിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കോൺഫിഡൻസ് കുറവ് എന്തുകൊണ്ടാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മളെല്ലാവരും ജനിച്ചപ്പോൾ ഭയങ്കര പരിശുദ്ധമായ സോളായിരുന്നു അല്ലേ. ചെറിയ കുട്ടികളുടെ അടുത്ത് അവർ ഒരു ഭയവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. ഓക്കെ, രാത്രിയാണോ പകലാണോ എന്നുള്ള ചിന്തയൊന്നുമില്ല. അവർ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി നടക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ പോയി ചാടും. ഓക്കെ, അതിൽ മുങ്ങിപ്പോവോ, കുളത്തിൽ നിന്നും അവരങ്ങനെ പേടിക്കാറില്ല. ഓക്കെ, ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് അവർ കണ്ടീഷനായിട്ടില്ല. ഓക്കെ, സൊസൈറ്റിയുമായിട്ട്, പേരൻസായിട്ട് അല്ലെങ്കിൽ മുതിർന്നവരായിട്ട് അവർ കണ്ടീഷൻഡല്ലാതെ വളരെ പരിശുദ്ധമായ കുഞ്ഞുങ്ങൾ. അപ്പോൾ തീൻ്റെ കളർ കണ്ട് അവർ ഭയങ്കര അട്രാക്റ്റഡ് ആവും. എന്തെങ്കിലും സാധനം പുതിയതായിട്ട് കണ്ട് അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അവർ അതിനെ പോയി തൊടും. അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കും എന്നൊന്നും അവർ ആലോചിക്കാറില്ല അല്ലേ. അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അത് അവർ തൊടും, ചിലത് വായിലിടും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്ലോറിങ് ഫേസിലാണ് അവർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർ പഠിക്കും. ചിലപ്പോൾ സ്പീഡായിട്ട് ഓടി വീണു കരയാൻ തുടങ്ങും. അപ്പോൾ അവർ മെല്ലെ മെല്ലെ മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, പെട്ടെന്ന് അതിവേഗത്തിൽ ഓടിക്കഴിഞ്ഞാൽ വീഴും. ഓക്കെ, അല്ലെങ്കിൽ ചൂടുള്ളത് പോയി തൊട്ടാൽ പൊള്ളും. അങ്ങനെയൊക്കെ അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ് അവരത് പഠിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അവരത് നിർത്തും അല്ലേ. കുട്ടികളുടെ അടുത്ത് പറയും അത് ചെയ്യരുത്, വീഴും, അല്ലെങ്കിൽ അത് ചെയ്യരുത്, പൊള്ളും, വെള്ളത്തിൽ ചാടരുത്, ഡേഞ്ചറസ് ആണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ഉള്ള നമ്മുടെ ക്ലിയർ മൈൻഡിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇത്രയും ലെസ് കോൺഫിഡൻ്റ് ആയി തീർന്നത്? ഒരു 25 ഇയേഴ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ കാണുന്നത്. ഈവൻ 25 അല്ല, ടീനേജേഴ്സിന് പോലും ഞാൻ സംസാരിക്കുന്ന പലവർക്കും കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ് ഈ കാരണം ചെറുപ്പത്തിൽ തൊട്ട് തന്നെ നമ്മുടെ സൊസൈറ്റി നമ്മളെ കണ്ടിന്യൂസ്ലി കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്നെ കൊണ്ടാവില്ല. ഓക്കെ, നമ്മുടെ ഹെറിഡിറ്ററി ബേസിസിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ എൻവയോൺമെൻറ്റ് ബേസിസിൽ. ഓക്കെ, ഇപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി പേരൻസിനോട് പറയുകയാണ് എനിക്ക് IAS എഴുതാൻ പോകണം. പെട്ടെന്ന് എന്തായിരിക്കും റിയാക്ഷൻ? അയ്യോ, അതിനൊക്കെ നല്ലോണം പഠിക്കണ്ടേ, എല്ലാവർക്കും കിട്ടുന്ന എക്സാം അല്ല, ഭയങ്കര ഹാർഡ് വർക്ക് വേണം, ദിവസത്തിൽ 14-15 മണിക്കൂർ കുത്തിയിരുന്ന് പഠിച്ചാലേ പറ്റുള്ളൂ. കേരളത്തിൽ നിന്ന് IAS പാസ്സാവുന്നത് വളരെ ചുരുക്കം പേരാണ്, ചാൻസസ് ഭയങ്കര കുറവാണ്, കോച്ചിങ്ങിന് ഭയങ്കര ഫീസാവും, അങ്ങനെ. അപ്പോൾ എല്ലാം ഡീമോട്ടിവേറ്റിംഗ് ടോക്സാണ് അല്ലേ. അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്കൊരു IPS ആവണം എന്ന് പറയുകയാണെങ്കിൽ കുട്ടിയോട് എൻകറേജിങ് ആയിട്ടുള്ളവർ പറയാൻ വളരെ ചുരുക്കം പേരെ കാണുള്ളൂ ഒരു ഫാമിലിയിൽ. ഓക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ. അപ്പോൾ ആലോചിക്കുക, 20 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാൻ പോവാണ് ഞാനൊരു ഫാഷൻ മോഡലാവാൻ പോകണം. അവർ ചിലപ്പോൾ ചിരിച്ച് എന്നെ കളിയാക്കി പൂച്ചിച്ച് തള്ളും. ഓക്കെ, അതിനുള്ള ഹൈറ്റ് പോലും ഇല്ല, എങ്ങനെയാണെന്ന് നമുക്ക് ഇങ്ങനെ എന്താ ആലോചിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഡീമോട്ടിവേറ്റിംഗ്. ആൻഡ് ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ നമ്മളെ കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആവുകയാണ്. ചെറിയ കുട്ടികൾ ഇപ്പോൾ ചൂടുള്ള വല്ലതും തീനെ തൊടാൻ പോകണമെങ്കിൽ നമ്മൾ നോക്കി നിൽക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ പോയി സ്റ്റോപ്പ് ചെയ്യും അല്ലേ, പൊള്ളെന്ന് പറയാം. അതേപോലെ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും നമ്മളെ കുറിച്ച് കൂടുതൽ സ്നേഹവും കെയറും പ്രൊട്ടക്റ്റീവും ആയിട്ട് വരുമ്പോൾ അവർ ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചാൻസ് പോലും തരാതെ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നു, ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളും ആകെ കൂടെ അങ്ങനെ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അയ്യോ, എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്കുള്ള ടാലൻ്റ് ഇല്ല, ഞാൻ ഹാർഡ് വർക്കിംഗ് അല്ല, ഞാൻ സ്മാർട്ടല്ല, ഞാൻ ഇൻ്റലിജൻ്റ് അല്ല എന്നൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ സൊസൈറ്റിയും നമ്മളെ കണ്ടീഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ആ കണ്ടീഷനിങ് ഏറ്റവും മാക്സിമം നടക്കുന്നത് 7 വയസ്സിന് അല്ലെങ്കിൽ 9 വയസ്സിനുള്ളിലാണ്. അപ്പം തന്നെ ആ കുട്ടിയുടെ ബിലീഫ് സിസ്റ്റം ഫോമായി കഴിഞ്ഞു. ഒരു തറക്കല്ല് ഇടുകയാണ് ആ ഫൗണ്ടേഷൻ. ഓക്കെ, നിനക്ക് ഇതേ പറ്റുള്ളൂ, നിനക്ക് ഇതിനെ പറ്റില്ല. ഇപ്പോൾ സ്പോർട്സിൽ എക്സൽ ചെയ്യണമെന്ന് പറയുകയാണ് ഒരു കുട്ടി. അപ്പോൾ പിന്നെ നീ നാഷണൽ ലെവലിൽ കളിക്കാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ പലരും ഉണ്ടാവും, സ്കൂളിൽ ഫ്രണ്ട്സോ ടീച്ചേഴ്സോ എല്ലാവരും. ഓക്കെ, അപ്പോൾ
ഇനി പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ മതി, അതാണ് സേഫ് ജോബ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻഡ് റൂട്ടിലോട്ടാണ് നമ്മുടെ കരിയർ പോലും തിരിച്ചുവിടുന്നത്. ഓക്കെ, ഒരു ഗവൺമെൻറ് ജോബ് എടുക്കുക, അല്ലെങ്കിൽ ഒരു നല്ല IT കമ്പനിയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അങ്ങനെ വേറെ ഒരു കരിയർ ചൂസ് ചെയ്യാൻ തന്നെ നമ്മുടെ കുട്ടികളെ സമ്മതിക്കാത്ത അവസ്ഥയാണ് ഓവർ പ്രൊട്ടക്റ്റീവ് കാരണം. ഓക്കെ, അപ്പോൾ അവർ എന്തെങ്കിലും പുതിയത് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവർക്ക് പുതിയത് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഒരു കുട്ടിക്ക് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, കോൺഫിഡൻസ് ഇല്ലാത്ത കാരണം. ഓക്കെ, കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സപ്രസ് ചെയ്യപ്പെടുകയാണ്. എന്തെങ്കിലും ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു സ്പീച്ച് പറഞ്ഞു, അതിൽ തെറ്റി, അപ്പോൾ കുട്ടികൾ കളിയാക്കി, ടീച്ചേഴ്സ് പറഞ്ഞു അയ്യോ ഇങ്ങനെയാണോ സ്പീച്ചിന് പ്രിപ്പയർ ചെയ്തിട്ട് വരിക എന്ന് പറഞ്ഞ് ശരിക്കും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫ്ലോ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ മറിച്ച് ഓക്കെ, തെറ്റുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഒരു സൊസൈറ്റി ഫ്ലറിഷ് ചെയ്യുക. ഓക്കെ, ഒരു കുട്ടി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹ്യൂമിലിയേറ്റ് ഇൻസൾട്ട് ചെയ്യാതെ, ഓക്കെ എവിടെയാണ് തെറ്റ്, ഓക്കെ നന്നായി ചെയ്തു, നന്നായി പരിശ്രമിച്ചു, പക്ഷേ നെക്സ്റ്റ് ടൈം ഈ തെറ്റുകൾ ഒഴിവാക്കിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമായിരുന്നു എന്ന് നമ്മൾ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ വളരെ ബാലൻസ്ഡ് ആയിട്ട് വേണം കുട്ടികളോട് സംസാരിക്കാം. എന്നാലേ അവർ കോൺഫിഡൻറ്റ്, അവർക്ക് ആ ഒരു ആത്മവിശ്വാസം വരുള്ളൂ പ്രോഗ്രസ് ചെയ്യാനും നെക്സ്റ്റ് ടൈം എന്തെങ്കിലും റിസ്ക് എടുത്ത് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാനും. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിന്നെ കൊണ്ട് പറ്റും, നീ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നല്ല മാർക്കോടെയാണ് നീ എക്സാംസിൽ പാസ്സായിരിക്കുന്നത്, ഗ്രാജുവേഷൻ എടുത്തിരിക്കുന്നത്, അപ്പോൾ ഐ എം വെരി ഷുവർ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യണം പേരൻസും ഫ്രണ്ട്സും ഒക്കെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇപ്പോൾ അബവ് 30 ഉള്ളവരാണ് എൻ്റെ പല ഓഡിയൻസും. അങ്ങനെയുള്ളവർ എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കാരണം അത് ചെയ്യാതിരിക്കരുത് പ്ലീസ്. അതെൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്. ഓക്കെ, കാരണം ഞാനും ഇതേ എക്സ്പീരിയൻസസിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഒരു ധൈര്യം, ഓക്കെ എനിക്ക് എൻ്റെ ഡ്രീംസ് എന്നെ പെർസീവ് ചെയ്യണം, ഫോളോ ചെയ്യണം എന്നുള്ള ഭയങ്കരമായ ഒരു അതിയായ ആഗ്രഹം കാരണം ഞാൻ സൊസൈറ്റി എന്ത് പറയുന്നു എന്ന് ആലോചിക്കാതെ എനിക്കിഷ്ടമുള്ള പാത്ത് ചൂസ് ചെയ്തു. എനിക്ക് ദൈവാനുഗ്രഹം കാരണം എനിക്കത് കോഴ്സ് ചെയ്യാൻ പറ്റി, നിങ്ങളുടെ മുന്നിൽ ഈ ഇത്രയും നോളജൊക്കെ ഷെയർ ചെയ്യാനും പറ്റി. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾ എന്താണ് ആക്ഷൻ സ്റ്റെപ്പ് എടുക്കേണ്ടത് അതൊന്ന് ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഒരുപാട് റിസ്ക് എടുത്ത് പൈസ ചിലവാക്കി ചെയ്യണം എന്നല്ല ഞാൻ പറയണത്, നിങ്ങളുടെ ലിമിറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക. അപ്പോൾ അതിലത്തെ ഒരു സക്സസ് നിങ്ങളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ സ്മോൾ സക്സസ്സസ് വരുമ്പോൾ, സ്മോൾ വിൻസ്, വിജയങ്ങൾ നിങ്ങൾ കൈവരിക്കുമ്പോൾ നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുക. അയ്യോ എന്നെക്കൊണ്ട് അത് പറ്റിയല്ലോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ തരാം. എക്സസൈസിങ് റുട്ടീൻ, അതാണ് പലരും ഭയങ്കര ഡീമോട്ടിവേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ വീട്ടിലുള്ളവർ പിന്നെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ഒരാഴ്ച ജിമ്മിൽ പോകും, അല്ലെങ്കിൽ ഒരാഴ്ച എക്സസൈസ് ചെയ്യും, ഡയറ്റ് ചെയ്യും, അത് കഴിഞ്ഞാൽ തന്നെ കൊണ്ട് പറ്റില്ല. അപ്പം നിങ്ങളത് പ്രൂവ് ചെയ്യുക, ആർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടില്ല, സ്വയം. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ സെൽഫ് ലവിൽ പറഞ്ഞു, നിങ്ങൾ സെൽഫ് ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ലവിൽ. അപ്പം നിങ്ങളോട് തന്നെ പറയുക, അങ്ങനെയാണ് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ആവുക. ഓക്കെ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് എടുക്കുകയാണെങ്കിൽ ആ വാക്കിന് ഉറച്ചു നിൽക്കുക. ഓക്കെ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് പറ്റില്ല. എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ള വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ള ജിമ്മുണ്ട്, ഡയറ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡോക്ടറെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് എന്ന് നല്ല ആൾക്കാരെ ഫോളോ ചെയ്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു നല്ല ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്, കുറച്ച് ഹെൽത്തി ബോഡി ആവാൻ വേണ്ടിയിട്ട്. അതൊക്കെ മനസ്സിലാക്കി എല്ലാ റിസോഴ്സസും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ. ഓക്കെ, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്, അപ്പോൾ അതിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്, അതിനുള്ള കോൺടാക്ട്സ് ഉണ്ട്, അതിനുള്ള സ്ഥലമുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ, അതാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് അത് പ്രാവർത്തികമാക്കുമ്പോൾ ഓരോ ദിവസവും ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞത്, മറ്റുള്ളവരുടെ സജഷൻസും ഫീഡ്ബാക്കും എടുക്കണം. ഓക്കെ, എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്ന്, അതിൽ ചെയ്ത് വിജയിച്ചിട്ടുള്ളവരിൽ നിന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുക തന്നെ വേണം. ഓക്കെ, അതൊരു ഗൈഡൻസ് ആയിട്ട്, അല്ലാതെ എല്ലാവരും പറയണത് കേട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യണ വരത്തുനിന്നല്ല. അപ്പം നിങ്ങളുടെ എൻവയോൺമെൻറ്റിനെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന എൻവയോൺമെൻറ്റിൽ വരാൻ നോക്കുക. ഓക്കെ, നല്ല ഫ്രണ്ട്സായിട്ട് നല്ല കൂട്ടുകൾ കൂടുക, ഓക്കെ നല്ല പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് ക്ലെൻസിങ് നടത്തുക. അപ്പോൾ അങ്ങനെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുക. മറ്റുള്ളവർ പറയണത് കേട്ടിട്ട് ഞാൻ എൻ്റെ ഡ്രീംസിനെ മാറ്റിവെക്കില്ല.
ഓക്കെ. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ തന്നെ ചെയ്യും. എന്തെങ്കിലും ഡിസിഷനിൽ നിങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അബദ്ധമായി തീരും എന്നൊരു വിശ്വാസമാണ് പലർക്കും. ഓക്കെ, അതിനൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. കാരണം നിങ്ങൾ അതാണ് ചെറുപ്പത്തിൽ നിന്ന് കേട്ട് വന്നിരിക്കുന്നത്. ടീച്ചേഴ്സിനെയോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എന്ത് ചെയ്താലും തെറ്റ് ആയിരിക്കും, അബദ്ധമായിരിക്കും. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ഒരു ക്ലിയർ മൈൻഡ്. ഓക്കെ, നമ്മൾ കാരണം ഭൂമിയിൽ ജനിച്ചത് വളരെ ഒരു പ്യോറിറ്റി, പരിശുദ്ധതയോടു കൂടിയാണ്. എല്ലാവർക്കും എല്ലാ കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ആ കഴിവ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പേർപ്പസ് ഉണ്ട്. അത് മനസ്സിലാക്കി നിങ്ങളെ കൊണ്ട് എന്താണ് ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, ചുറ്റുള്ളവരോടും അല്ലെങ്കിൽ ഈ ലോകത്തിൽ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. നാളെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു റുട്ടീനിൽ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, രാവിലെ എനിക്ക് ജോലിക്ക് പോവുക, ഭക്ഷണം കഴിക്കുക, രാത്രി കടന്നുറങ്ങുക, കുറച്ച് TV കാണുക, മൂവി കാണുക, അതല്ല ജീവിതം. ഓക്കെ, എല്ലാവരുടെയും ഒരു ഡീപ്പ് പേർപ്പസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ക്വാളിറ്റീസും തന്നിട്ടുണ്ട്. പക്ഷേ ആ ക്വാളിറ്റീസിൽ നമ്മൾ മോർ ദാൻ 80% നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യൽ അറിയാതെ. അപ്പോൾ അത് അറിയാതെ പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ സമയം ഡെയിലി കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഡിവോട്ട് ചെയ്യുക. എന്നിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ സ്കില്ല്, എന്തൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും, എന്തൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റും, അത് നന്നായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുക. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, പാരാലിമ്പിക്സിൽ ഓക്കെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, കൈ വയ്യാത്തവരും കാല് വയ്യാത്തവരും ഒളിമ്പിക്സ് ലെവലിൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും ഡിസബിലിറ്റി ഉണ്ടായിട്ട് അവർക്ക് ഇത്രയും ഉന്നതങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അവർക്ക് ഒരു സ്ട്രോങ് മെൻറ്റർ ഉണ്ടായിരുന്നിരിക്കണം. ഓക്കെ, അവരെ കണ്ടിന്യൂസ്ലി മോട്ടിവേറ്റ് ചെയ്യുന്ന, കണ്ടിന്യൂസ്ലി ഗൈഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കണം. എന്നിട്ട് അവരുടെ പൂർണ്ണ വിശ്വാസവും പ്രയത്നവും. ഓക്കെ, അവർക്ക് തന്നെ അവരിലൊരു വിശ്വാസമുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനും മറ്റുള്ളവരെ പോലെ തന്നെയാണ്, എനിക്ക് എല്ലാ കൊണ്ടും ഞാൻ തികഞ്ഞവനാണ് എന്നുള്ള ആ വിശ്വാസം, അത് നമുക്ക് നമ്മളെ പോലുള്ളവർ. ഓക്കെ, എനിക്ക് അങ്ങനെ ഈ വീഡിയോ കണ്ടവർ അറ്റ്ലീസ്റ്റ് എല്ലാവരും മിനിമം ഗ്രാജുവേഷൻ കഴിഞ്ഞവരായിരിക്കും. ഓക്കെ, കുട്ടികളല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് കുറവ്? നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മിനിമം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അപ്പം നിങ്ങളെ കൊണ്ട് എന്താണ് നിങ്ങൾ കുറേ കാലമായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചു പിടിക്കുക. ഓക്കെ, അപ്പോൾ ജീവിതം ഒരു ത്രില്ലാക്കി എടുക്കുക. അപ്പോൾ ഈ ഓണം ഒരു പുതിയ ബിഗിനിങ് ആവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങളുടെ ഓരോ വെഞ്ചേഴ്സ് തുടങ്ങാനും, നിങ്ങളൊരു പുതിയ ജോലി അല്ലെങ്കിൽ പുതിയ ബിസിനസ് എന്ത് ആണെങ്കിലും ആവട്ടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഹോബിയോ നിങ്ങളുടെ സ്കില്ലോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചു, നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് കാരണം നിങ്ങൾ ട്രാവൽ ചെയ്യുന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഐ വിൽ ട്രൈ, ഐ വിൽ സക്സീഡ്. ഓക്കെ, ഐ ആം സക്സസ്ഫുൾ. അങ്ങനെയുള്ള അഫർമേഷൻസ് പറഞ്ഞ് ജീവിതം വളരെ സന്തോഷപൂർണ്ണമാക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആൻഡ് കമൻറ്റ് ബോക്സിൽ ഇതിനെക്കുറിച്ച് പറയുക. ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ, ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് കോമൻറ്റ്സിൽ ഷെയർ ചെയ്യുക. ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ്. നല്ലൊരു ഓണം ഇതിനെല്ലാം ഒരു തുടക്കമാവട്ടെ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.